അല്ല, ഞാൻ 13 നമ്പർ ഉണ്ട് എടുത്തോ പറഞ്ഞു. അത്രേ ഉള്ളൂ. നമുക്ക് കിട്ടിയ നമ്പറുകളൊന്നും ടെമ്പററി ആയിരുന്നല്ലോ, പിന്നീട് മാറിയിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ 13 ഉണ്ട്. ഒരു പാവം നമ്പർ ആർക്കും വേണ്ടായിരുന്നു. ഞാൻ എടുത്തു പറഞ്ഞു. അറിയില്ല, പക്ഷെ അതിങ്ങനെ 13 അങ്ങനെ മോശമാക്കാൻ പാടില്ലല്ലോ. അല്ല അല്ല അല്ല, ഞാൻ ചോദിച്ചതാണ്. അല്ല, എന്താ അറിയോ, ഈ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്നൊക്കെ വിശ്വാസം. എൻ്റെ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ ബുദ്ധിമുട്ടായതാണല്ലോ, ഇനിയൊന്നും വരാനില്ല. അങ്ങനെയില്ല, അത് എനിക്കങ്ങനെ ഇല്ല. അങ്ങനെ ഒരു കാര്യമില്ല. ഒരു നമ്പർ ഞാൻ കുറേ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തിനാണ് നമ്മളങ്ങനെ എടുത്തു, അത്രേ ഉള്ളൂ. ഒരു പാവം നമ്പർ. അങ്ങനെയൊന്നുമില്ലപ്പാ, അതൊന്നുമല്ല. അങ്ങനെ ഒരു വലിയ വിപ്ലവമൊന്നുമല്ല. ആ നമ്പർ ഞാനങ്ങ് എടുത്തു ചോദിച്ചു. അപ്പോൾ അതാരും എടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് വലിയ വിപ്ലവമൊന്നുമല്ല. അല്ല, വരികയാണെങ്കിൽ അന്ന് 13 നമ്പർ എൻ്റെ അടുത്ത് ഇല്ലല്ലോ. പിന്നെ പറയണത് ഞാൻ തോറ്റു പോയിരുന്നല്ല. 2 തവണ തോറ്റതാണ്. 13 അല്ലല്ലോ തോറ്റ്. അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ കാണില്ല അങ്ങനത്തെ സാധനം. അങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ നിൽക്കാൻ വിശ്വാസമില്ല. നമുക്ക് വേറെ കുറേ കാര്യം, മനുഷ്യരായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്കങ്ങനെ പൊതുവെ ഇല്ല. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത് എടുത്തിരിക്കണത് വേറെ ആൾ എടുക്കാതെ ഒരു വലിയ വിപ്ലവകാരിയാവാനോ അങ്ങനൊന്നുമല്ല. ആ നമ്പർ ഒരു സാധുവായിട്ടാണ് കിടക്കുന്നുണ്ട്, ആരും എടുക്കില്ലായിരുന്നു. ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. സിമ്പിൾ. താങ്ക് യു. പക്ഷേ ആ നമ്പറിൽ പോയാൽ നമുക്ക് ആക്സിഡൻ്റ് ആവില്ലേ? അപ്പോൾ വേറെ ആർക്കും ആക്സിഡൻ്റ് ആവില്ല എന്നാൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എന്താ പറയുക അറിയോ, 13 എടുത്തിട്ടാണ് പറയും. ഇപ്പം തന്നെ ഞാൻ 13 എടുത്തിട്ട് ഇപ്പം വരാൻ വൈകിയതെന്ന് വെച്ചാൽ ആ നമ്പറിൻ്റെ ബോർഡ് മാറ്റാൻ വേണ്ടിയിട്ട് സമയം വൈകി. അപ്പോൾ പറയും കണ്ടില്ലേ ആഭാഷകുരെന്ന് പറയില്ലേ. അങ്ങനെയൊക്കെയാണ് അതിലെ കാര്യം. എനിക്കതിനൊന്നും കാര്യം തോന്നുന്നില്ല. അത്രേ ഉള്ളൂ. താങ്ക് യു.